ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ പരിപാടിയൊന്നുമില്ല. 3 സ്കൂളിൽ ബുക്കൊക്കെ മേടിക്കണം. അപ്പോൾ ചെയ്യണം, സ്കൂളിൽ ബുക്ക് മേടിക്കണം. പിന്നെ പോകുന്ന വഴിക്ക് ഒരു കടയിലൊക്കെ കയറാനുണ്ട്. അപ്പോൾ എണ്ണപ്പൊട്ട കടയിലൊക്കെ കൊണ്ട് കയറണം. അപ്പോൾ ഞാൻ അങ്ങനെ വിചാരിക്കുന്നു. ഇപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റും ഫുഡും ഒക്കെ ലഞ്ചും റെഡിയാക്കണം. പോകുന്നതിന് മുന്നിലൊക്കെ റെഡിയാക്കണം. അപ്പോൾ രാവിലെ എണീക്കണമെന്ന് വിചാരിച്ചത് കേട്ടോ. എന്നും വിചാരിക്കും, പക്ഷേ ഒരു ഇത് നടക്കുന്നില്ല. ഞാനിങ്ങനെ പോയി സ്കൂൾ തുറക്കുമ്പോൾ എന്ത് ചെയ്യുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അപ്പം ഞാൻ എണീറ്റ കൂട്ടത്തിൽ ചായക്ക് ബൂസ്റ്റോ? ഓക്കെ ഓക്കെ, ചായ ബൂസ്റ്റ് തരാം. ഗുഡ് ഓക്കെ. അപ്പം കഴിഞ്ഞ ദിവസം ഞാൻ ചായ ഇനിയിട്ട് തരത്തില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഇപ്പം എന്നോട് വന്ന് പറഞ്ഞു ചായ ബൂസ്റ്റ് ഉണ്ടെങ്കിൽ എനിക്ക് കൂടി തരാം. ഞാൻ പറഞ്ഞു ശരിയെന്ന് പറഞ്ഞു. അപ്പം ശരി, അപ്പം ബാക്കി വരാം. അപ്പോൾ മോൻ്റെ സ്കൂളിൽ ബുക്സൊക്കെ മേടിക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് ടൈമൊക്കെ തന്നിട്ടുണ്ട് 11:30 to 12:30 ആണ്. അപ്പോൾ ആ ഒരു ടൈമിൽ ചെല്ലുമ്പോഴത്തേന് ബുക്സൊക്കെ കിട്ടും. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് എനിക്കൊരു കടയിലൊക്കെ കയറാണ്ട് കേട്ടോ. ഏട്ടാ സമ്മതിക്കുന്നൊന്നും അറിയത്തില്ല, എന്നാലും നമുക്ക് പോയിട്ട് വരാം. ഓക്കെ. കുറച്ച് നേരമായിട്ട് എന്നെ കിടന്ന് വിളിക്കായിരുന്നു കേട്ടോ. ഞാൻ ഇതുവരെ ഇറങ്ങിയിട്ടില്ലായിരുന്നു. ഞാൻ അവിടെയും തന്നെ ഇവിടെയും തന്നെയൊക്കെ നിൽക്കുക, എല്ലാമൊക്കെ ലോക്ക് ചെയ്തെന്ന് അറിയാം. 3 സമയത്ത് ചെരുപ്പൊക്കെ എന്നോട് പിണങ്ങി നിൽക്കുക. നമ്മുടെ അപ്പുറത്ത് വീട് പണി നടക്കുന്നുണ്ട്. അപ്പോൾ ഭയങ്കര പൊടിയാണ്. സാധാരണ ഞങ്ങൾ കണ്ട് ഒരുമിച്ചായിരുന്നു കേട്ടോ. അപ്പം ഞാൻ അവനെ മുന്നേ കയറിയിരിക്കാൻ പറഞ്ഞു, എന്നോട് പിണങ്ങി. കുഞ്ഞ് കയറിക്കുന്നതുകൊണ്ട് തന്നെ ഏട്ടൻ തന്നെ അവനോട് പറഞ്ഞു പൊക്കോ, ലോക്ക് ചെയ്തിട്ട് ഇറങ്ങാമെന്ന്. അപ്പം ഞാൻ പോയി എന്നോട് പിണങ്ങിയിരിക്കാൻ. ഞാൻ വിളിച്ചിട്ടൊന്നും വിളിയൊന്നും കേൾക്കുന്നില്ല. അപ്പം ഞങ്ങൾ കയറി. അപ്പം ഏട്ടൻ ഇതിൻ്റെ ഇടയ്ക്ക് ബ്രേക്ക് ഇട്ടിട്ട് ഇറങ്ങിയത് കൊണ്ട് തന്നെ എനിക്ക് കുറച്ച് ചെടിയും കാര്യങ്ങളൊക്കെ മേടിക്കണം കേട്ടോ. അപ്പം എനിക്ക് പറയണമെന്നുണ്ട്. ഇനി സമ്മതിക്കുമെന്ന് അറിയത്തില്ല. നമുക്ക് എന്തായാലും നോക്കാം. എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് സെറ്റ് ചെയ്യണമല്ലോ. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോവുകയാണ്. കരയിലും വേണം ഓരോ കാര്യങ്ങളൊക്കെ അങ്ങനെ ഇരുന്നങ്ങ് പറയുകയാണ്. പോകുമ്പോഴേ എനിക്ക് ടെൻഷൻ കേട്ടോ. നമ്മൾ എങ്ങോട്ട് പോകാൻ മോനെ? എന്തിനാ? എന്ത് ബുക്ക്? സ്കൂളൊക്കെ തുറക്കാറായി. എന്താ പോണ്ടേ? ഇഷ്ടംപോലെ ഭയങ്കര ഉറക്കം കേട്ടോ. അപ്പൊ ഇതുവരെ എണീറ്റിട്ടില്ല. നമ്മള് 11:30 ബുക്കിന്റെ ടൈം കൊടുത്തേക്കുന്നത്. അപ്പൊ ഞാൻ എന്തായാലും ഏട്ടനെ കൊണ്ട് കുറച്ച് ചെടിയൊക്കെ മേടിക്കാറുണ്ട്. അപ്പൊ അങ്ങോട്ടേക്ക് പോവാം. ഓക്കെ. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇവിടെ 2-3 ചെടിയൊക്കെ ഞാൻ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം കുറച്ച് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനിപ്പോൾ വന്നപ്പോഴത്തേന് കളക്ഷൻസ് ഒന്നുമില്ല. കുറച്ച് സെറാമിക്കിൻ്റെ പോട്ടും ഇൻഡോർ വെക്കുന്ന കുറച്ച് പ്ലാന്റും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഒന്നും കിട്ടിയില്ല കേട്ടോ. അപ്പം ഞാൻ നോക്കി വന്നതൊന്നുമില്ല. ആ സമയത്ത് ചെയ്യാനൊരു ബുദ്ധൻ്റെ പ്രതിമ എടുത്തിട്ട് പറഞ്ഞു, അമ്മ എനിക്കത് മേടിക്കും. ചെയ്യാം. അപ്പം ഞാൻ അത് എടുത്തില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഭയങ്കര ചൂടായിരുന്നു കേട്ടോ. കുറച്ച് നേരം പുറത്തിറങ്ങിയതുള്ളൂ, രക്ഷയില്ലായിരുന്നു. അപ്പം ഇതിൻ്റെ അടുത്ത് തന്നെ വേറൊരു ചെടി കടയുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എന്നോട് പറഞ്ഞാൽ നമുക്ക് അങ്ങോട്ട് പോകാം, നോക്കാമെന്ന് പറഞ്ഞു. പോയപ്പോൾ തന്നെ പ്രോത്സാഹനം. ബുഷ് ചെടികളുണ്ടല്ലോ അവിടെ കിട്ടാഞ്ഞുകൊണ്ട് എനിക്ക് എന്തായാലും ചെടി വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഏട്ടനോട് പറഞ്ഞു നമുക്ക് വേറൊരു സ്ഥലമുണ്ട്. അപ്പം അവിടുന്ന് ഞാൻ കുറച്ച് ചെടിയൊക്കെ മേടിച്ചിട്ടുണ്ട്. കുറച്ച് ചെടിയല്ല, റോസയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. അപ്പോൾ പുറത്ത് നിൽക്കുന്ന കണ്ടുകൊണ്ടാണ് ഞങ്ങൾ കയറിയത്. അപ്പം ആ ഒരെണ്ണം മേടിച്ചു. പിന്നെ എന്താ പറഞ്ഞാൽ 10 മണി ചെടി ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഇങ്ങനെ പടർന്നങ്ങ് വരുമല്ലോ. അപ്പോൾ ഈ സമയത്ത് മേടിച്ചാൽ കിളിക്കുമെന്ന് എനിക്കറിയത്തില്ല. ഞാൻ അതും കൂടെ അങ്ങ് എടുത്തിട്ടുണ്ടേ. വെയിൽ കാരണം ഞാൻ മാത്രമേ ഇറങ്ങിയിട്ടുള്ളായിരുന്നു. CA വന്നിട്ടില്ല. അപ്പം അവരെല്ലാം കൂടെ കാറിലിരിക്കുവാണ്. അപ്പം സ്കൂളിൽ പോകാനുള്ള സമയമായി. ഇപ്പം തന്നെ 12:15. അപ്പം എന്തായാലും നേരെ സ്കൂളിലേക്ക് പോകണം. അപ്പം എന്താ നേരെ സ്കൂളിൽ താഴെ ഓഫീസിലാണ്. അല്ലല്ല, ഇത് വെറുതെ സ്കൂൾ ക്ലാസ് അല്ലേ. ഒരു പുതിയ ബിൽഡിംഗ് ആയിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഹോള്. ഞങ്ങൾ വന്നപ്പോഴത്തേന് അത്യാവശ്യം എല്ലാവരൊക്കെ വന്ന് ബുക്കൊക്കെ മേടിക്കുന്നുണ്ടായിരുന്നു. പരിചയമുള്ളവരെയും കണ്ടില്ല. ഇവർക്ക് ഇടയ്ക്ക് ഷഫ്ലിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇവർക്ക് വെനസ്ഡേ യൂണിഫോം എന്ന് പറഞ്ഞാൽ സ്കൂളിൻ്റെ ഒരു ഇതാണ്, അപ്പം ഒരു മെറൂൺ ഡ്രസ്സ്. അപ്പോൾ അതുമൊക്കെ മേടിച്ചു ഞങ്ങൾ അങ്ങനെ അങ്ങ് പോവുകയാണ്. എല്ലാവരും ഞങ്ങൾ ടെക്സ്റ്റും ബുക്കും ഒക്കെ മേടിച്ചു. ഞങ്ങൾ പോവുകയാണ്. എല്ലാം ജിമ്പു ഇരിക്കട്ടെ. അവസാനം ഞങ്ങൾ പോയിട്ടൊക്കെ എത്തി കേട്ടോ. രക്ഷയില്ല ചൂട് കാരണം. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. എന്നാൽ ശരി, ടാറ്റ, ബൈ ബൈ.